2026 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ മകേരം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്ന ഗുണദോഷ ഫലങ്ങൾ എപ്രകാരമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. മകേരം നക്ഷത്രം ഇടവക്കൂറിലും മിഥുനക്കൂറിലുമായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 30 നാഴിക ഇടവക്കൂറിലും പിന്നത്തെ 30 നാഴിക മിഥുനക്കൂറിലും ആയിട്ടാണ്. ഇടവക്കൂറുകാർക്ക് ശനി 11-ലും വ്യാഴം 2-ലും രാഹു 10-ലും കേതു 4-ലും ആണ്. ആദ്യത്തെ 6 മാസം ഇവർക്ക് വളരെ അധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന, വളരെ അധികം ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് കർമ്മ പുരോഗതി ഉണ്ടാകുന്നതാണ്. ജോലി ലഭിക്കാനും ജോലിയിൽ സ്ഥിരതയുണ്ടാകുവാനും ഉന്നത പദവി നേടുവാനും വരുമാന നേട്ടമുണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. ആരോഗ്യകരമായിട്ട് വളരെ അധികം അനുകൂലമായ ഒരു കാലമാണ്. രോഗമുള്ളവർക്ക് അത് മാറിക്കിട്ടുന്നതിനും അസ്വസ്ഥതകളൊക്കെ കുറഞ്ഞു വരുന്നതും രോഗഭയം ഇല്ലാതാവുന്നതും ഒക്കെ ഈ സമയത്ത് ഇവർക്ക് സാധ്യതയുണ്ട്. സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുള്ള അവസരമുണ്ട്. കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഭരണകർത്താക്കൾക്കും ഒക്കെ കൂടുതൽ പദവിയും സ്ഥാനവും ഒക്കെ ലഭിക്കുവാൻ, വിദ്യാർത്ഥികൾക്ക് വിദ്യാ പുരോഗതി ഉണ്ടാകുവാനും ഇഷ്ടപ്പെട്ട കരിയർ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരമുണ്ടാകുവാനും വിജയം ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. വീട് വാങ്ങുവാനും വീട് നിർമ്മാണം നടത്തുവാനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുമൊക്കെ ഈ സമയത്ത് ഇവർക്ക് കഴിയുന്നതാണ്. കുടുംബ സൗഖ്യമുണ്ടാവും. ബന്ധം ഊഷ്മളമാക്കുവാനും ഏതെങ്കിലും രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുവാനും അകന്നു നിന്നവർ അടുക്കുവാനും ഒക്കെ ഈ സമയത്ത് ഇവർക്ക് സാധ്യതയുണ്ട്. ധനപരമായിട്ട് പല രീതിയിലുള്ള ഉയർച്ചയുണ്ടാവും. അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. പരിശ്രമ വിജയം ഉണ്ടാവുന്നതാണ്. കഠിനാധ്വാനം ചെയ്യുന്ന ഏത് കാര്യത്തിലും വിജയം നേടുവാനുള്ള സമയം കൂടിയാണ്. ഉന്നത സ്ഥാന ലബ്ധി ഉണ്ടാവും. അത് ജോലിയിലായാലും രാഷ്ട്രീയ പ്രവർത്തകർക്കായാലും കലാകാരന്മാർക്കായാലും സ്ഥാനലബ്ധി ഉണ്ടാകുവാനും അംഗീകാരം ഉണ്ടാകുവാനും പദവി ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. ആദ്യത്തെ 6 മാസം ഇവർക്ക് വളരെ അധികം അനുകൂലമാണ്. അതായത് ജൂൺ 2 വരെ ഇവർക്ക് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലമാണ്. എന്നാൽ രണ്ടാം പകുതി അത്ര ഗുണകരമല്ല. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ടതാണ്. എടുത്തുചാട്ടം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് ഇടപാടുകൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം. കടം നൽകുന്നത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. കടം തിരിച്ചു കിട്ടുവാൻ ഈ സമയത്ത് ഇവർക്ക് പ്രയാസമുണ്ടായി എന്ന് വരാം. അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ നോക്കേണ്ടതാണ്. കുടുംബക്കാരായാലും സുഹൃത്തുക്കളായാലും മറ്റും അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രാ ക്ലേശം ഉണ്ടാകുവാനുള്ള സാധ്യതയും ഉണ്ട്. ആരോഗ്യകരമായി ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുള്ളവർക്ക് തക്ക സമയത്ത് തന്നെ ചികിത്സ നേടേണ്ടത് ഉണ്ട്. കച്ചവടക്കാർക്ക് നഷ്ടമുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ഈ സമയത്ത് പുതിയ സംരംഭം തുടങ്ങുന്നത് അത്ര ഉചിതമല്ല. പഠന കാര്യങ്ങളിൽ ചില അലസതകളൊക്കെ വന്നു ചേരുവാനുള്ള ഒരു സമയം കൂടിയാണ്. പൊതുവെ പറഞ്ഞാൽ ഇടവക്കൂറിലെ മകേരം നക്ഷത്രക്കാർക്ക് ജൂൺ 2 വരെ വളരെ അധികം ഗുണം ഉണ്ടാവുകയും ജൂൺ 2-ന് ശേഷം ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. എന്നാൽ മിഥുനക്കൂറുകാർക്ക് നേരെ തിരിച്ചാണ്. ഇവർക്ക് ആദ്യത്തെ 6 മാസം അത്ര ഗുണകരമല്ല. ശനി 10-ലും വ്യാഴം 1-ലും രാഹു 9-ലും കേതു 3-ലുമാണ് വർഷാരംഭത്തിലുള്ളത്. ജൂൺ 2-ന് ശേഷം വ്യാഴം 2-ലേക്ക് മാറുകയാണ്. വ്യാഴം 1-ൽ, അതായത് ജന്മത്തിൽ അത്ര ഗുണകരമായ സമയമല്ല. എന്നാൽ 2-ലേക്ക് മാറുന്നതോടെ ഇവർക്ക് വളരെ അധികം നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. ആദ്യകാലങ്ങളിൽ അധികാര നഷ്ടവും ധനച്ചിലവും വരുമാനക്കുറവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ തടസ്സം ഉണ്ടാകുവാനും കർമ്മ തടസ്സം ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട്. ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ചിലപ്പോൾ മാറ്റം കിട്ടിക്കൊള്ളണമെന്നില്ല. വരുമാനക്കുറവും ധനാഗമനത്തിനുള്ള വിഘ്നവും ഒക്കെ ഈ സമയത്ത് ഉണ്ടാവും. ചെറിയ ചെറിയ രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുവാനും സാധ്യതയുണ്ട്. യാത്രാ തടസ്സം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. തർക്കങ്ങളിൽ ഏർപ്പെടാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് ഇവർക്ക് ഗുണകരം.
കടം കൊടുക്കുവാനും വായ്പ നേടുവാനും ഒക്കെ ഈ സമയം അത്ര അനുകൂലമല്ല. അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ നോക്കേണ്ടതുണ്ട്. ജൂൺ 2-ാം തീയതിയോടെ ഇവർക്ക് വളരെ അധികം നേട്ടമുണ്ടാവുന്നതാണ്. ഈ സമയത്ത് സ്ഥാനമാനങ്ങൾ ഉണ്ടാവുന്നതാണ്. ഇഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുക്കുവാനും ജോലിയിൽ നേട്ടമുണ്ടാകുവാനും അല്ലെങ്കിൽ ജോലിയിൽ സ്ഥിരതയുണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. വിദ്യാപുരോഗതി ഉണ്ടാവും. ഇഷ്ടപ്പെട്ട കരിയർ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം ഉണ്ടാകുവാനും വിദേശത്ത് പോയി പഠിക്കുവാനുള്ള അവസരമുണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയാണ്. കുടുംബങ്ങൾ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ രമ്യതയിൽ വന്നു ചേരുന്നതാണ്. കുടുംബസൗഖ്യം ഉണ്ടാകുന്നതാണ്. ബന്ധം ഊഷ്മളമാക്കുവാൻ കഴിയുന്നതാണ്. അപ്രതീക്ഷിതമായി ധനവരവ് ഉണ്ടാകുന്നതാണ്. പരിശ്രമം കൊണ്ട് ഏത് കാര്യത്തിലും വിജയം നേടുവാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാകുവാനും ജോലിയിൽ സ്ഥിരതയുണ്ടാകുവാനും വിദ്യാപുരോഗതി ഉണ്ടാകുവാനും വീട് നിർമ്മാണം നടത്തുവാനും ക്രയവിക്രയങ്ങളിൽ നേട്ടമുണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കൂടുതലാണ്. പൊതുവെ പറഞ്ഞാൽ മിഥുനക്കൂറിലെ മകര നക്ഷത്രക്കാർക്ക് ജൂൺ 2 വരെ അത്ര ഗുണകരമല്ലെങ്കിലും ജൂൺ 2-ന് ശേഷം വളരെ അധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് 2026. ഇവർക്ക് ഗുണഫലങ്ങൾ കൂടിക്കിട്ടുന്നതിനും ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനുമായി ഈശ്വര പ്രാർത്ഥന ചെയ്യുകയും ദൈവാധീനം വർദ്ധിപ്പിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക, പാൽപ്പായസം വഴിപാട് നടത്തുക, വിഷ്ണു ഭഗവാന് വഴിപാട് നടത്തുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, ശിവന് പിൻവിളക്ക് ജലധാര എന്നിവ ചെയ്യുക, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക, വഴിപാട് ചെയ്യുക എന്നിവ ചെയ്താൽ ഇവർക്ക് 2026 ഏറെ ഗുണഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ്.